ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന വിസ്ഡം ഗ്ലോബൽ മിഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അതിന്റെ പ്രാമാണികമായ അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് വെച്ച മൻഹജും അഖീദയും ഉൾക്കൊള്ളാതെ ഇടം തിരിഞ്ഞു നിന്നപ്പോൾ പുറത്താക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ ഒരു വ്യാഴവട്ടക്കാലം സജീവമായി 2019 വരെയും ബാക്കിയുള്ള ഏകദേശം 2024 12-ാം മാസം വരെ ഭാഗികമായും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വിശ്വത്തിന്റെ വിശ്വാസരംഗത്തുള്ള അപകടകരമായ വൈകൃതങ്ങളും അതുപോലെ രോഗശമന പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അഹ്ലുസുന്ന വൽ ജമാഅ മൻഹജു സലഫി നമ്മളെ പഠിപ്പിച്ചിരുന്ന റുഖിയ അല്ലെങ്കിൽ രോഗശമന പ്രാർത്ഥന എന്ന ഇസ്ലാമിലെ ഒരു സുന്നത്തായ കർമ്മത്തെ പ്രത്യേകമായ ഒരു ചികിത്സാ രീതിയാക്കി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇറക്കുമതി ചെയ്ത ചികിത്സാ രീതികളും പല കാലകീലകളും പറയുന്ന ഗ്രന്ഥങ്ങളും പല ഇമാമിയങ്ങളുടെ കൗലുകളും ഇതുവരെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ജനസമൂഹത്തെ പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകമായ ഒരു ആറാം മദ്ഹബ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഉസൂല് കൊണ്ടുവരികയും അതിലൂടെ ഞങ്ങളെപ്പോലെയുള്ള അനവധി ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് അത് 100% സത്യമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ നേതാക്കന്മാര് യഥാർത്ഥത്തിൽ നവമടവൂരിസത്തിലേക്ക് പോയി ഹദീസ് നിഷേധത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇതിനെ ഇതാ ഒരു ഫോക്കസ് വിഴുങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇതാ പ്രമാണത്തിൽ പ്രമാണിമാരിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ സ്വാഗത ഭാഷത്തിന്റെ അനുജ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ആ താടിയും തൊപ്പിയും രൂപങ്ങളും ഭാവങ്ങളും അവരുടേതായ കിതാബിയായ വൈഭവങ്ങളും ഇൽമുകളും ഒക്കെ കണ്ടുകൊണ്ട് ഇന്നും വിശ്വത്തിൽ അനവധി കേരള നൂറുൽ മുജാഹിദീനിന്റെ പ്രവർത്തകരായിരുന്ന മെമ്പർമാരായിരുന്ന ആളുകൾ കുടുംബസമേതം അതിൽ ഇന്നും അതാ ഇഷ്ടം പോലെ തളം കെട്ടി നിൽക്കുകയാണ്. അവരെ പോലെ അങ്ങനെ അറിയാതെ അതിലേക്ക് ചായ്ഞ്ഞു പോയി വേറൊന്നും പഠിക്കാൻ സാധിക്കാത്ത ഒരുതരം മർക്കടമുട്ടിയും ഒരുതരം ഹിസ്ബിയത്തും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി ഞങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണ് സത്യമെന്ന ആത്മവിശ്വാസവുമെല്ലാം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും എന്താണ് കേരളത്തിൽ മുജാഹിദിനെ 12 വർഷം പറഞ്ഞത്, ഈ തർക്കവിതർക്കങ്ങൾ എന്താണ് എന്ന് കേട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് അനസ് മൗലവിക്കെതിരെയും കായക്കൊടിക്കെതിരെയും AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെയും TP അബ്ദുൽ മദനിക്കെതിരെയും അതുപോലെ തന്നെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരെയും പണ്ഡിതന്മാർക്കെതിരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ക്ലിപ്പുകൾ മുറിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ അത് സത്യമാണെന്ന് വിചാരിച്ച് ആ രൂപത്തിൽ ഒരു പോരാട്ടമായിരുന്നു നടത്തിയത്. അതിൽ അനവധി ആളുകൾ ഫസാദിൽ ഫിത്നയിൽ അകപ്പെട്ടു പോയി. പക്ഷേ ഏറ്റവും സന്തോഷം ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് കൈ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭാരമായ നിഅമത്ത് കൊണ്ട് വബില്ലാഹി ഫളലിഹി വബിതൗഫീഖിഹി ആ അല്ലാഹു തആല എനിക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവരുടെ കൂടെ അവർ പഠിപ്പിച്ചെന്ന അവർ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തുണ്ടാക്കിയ ആ ജിന്നിറക്കൽ പള്ളിയിൽ ജിന്ന് ചികിത്സയും ഈ പറഞ്ഞ ശിർക്കാര് പിന്നെ ഈ പഴച്ച ജിന്നിനോടുള്ള ഇസ്തിഹാനത്ത് അതിൽ വസീലത്ത് ശിർക്കും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഇന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകനും ഒരു ജിന്ന് ചികിത്സാരിയുമായി തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയുമായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകി. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزل سكينة علينا وثبت الأقدام إلا قينا എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഇന്ന് വന്നിട്ടുള്ള എന്റെ ഈ വിഷയത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വിശ്വത്തിന്റെ സജീവ പ്രവർത്തകനും ചികിത്സാരിയുമായ എന്റെ സുഹൃത്ത് ഞങ്ങളുടെ നാട്ടിലെ കൂരിയാട് ഭാഗത്തുള്ള 10-12 ആളുകൾ അവരൊന്നും കേരളത്തിൽ മുജാഹിദീന്റെ മാർഗത്തിലേക്ക് വരില്ലായിരുന്നു. പക്ഷെ അറിയാനും പഠിക്കാനും സഹോദരങ്ങളെ, നമ്മുടെ പ്രഭാഷണത്തിന് ശേഷമാണ് നമ്മുടെ ഈ പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്ത് നമസ്കാരമെന്ന്
അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ആരും ഒറ്റക്ക് നമസ്കരിക്കാൻ പോകേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ്. ദൈർഘ്യമേറിയ ഒരു ആമുഖത്തിലേക്ക് പോകാതെ ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ആ ഒരു മന്ദീഭവിച്ച മനസ്സുമായി ചിന്തയുമായി കഴിഞ്ഞു പോയത് കൊണ്ട് കേൾക്കാനോ അറിയാനോ പഠിക്കാനോ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് കേൾക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും അങ്ങനെ അൽഹംദുലില്ലാഹ് പഠിക്കുകയും അന്വേഷിക്കുകയും പല പണ്ഡിതന്മാരുമായി എൻ്റെ നൂറായിരം ആ വിഷയത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുകയും അതിനെല്ലാം കൃത്യമായ തെളിവുകൾ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ ഉടനെ 2 റക്അത്ത് തൗബ നമസ്കരിച്ചു. എന്നിട്ട് അല്ലാഹു തആലയിലേക്ക് അഗാധമായി ഇസ്തിഗ്ഫാർ ചെയ്തു. പൊതുജന സമൂഹത്തിന് മുമ്പിൽ മാപ്പപേക്ഷിച്ചു. അതേപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഈ ചികിത്സയുമായ വിഷയങ്ങളിൽ അറിയാവുന്നവർക്കൊക്കെ ഞാൻ വിവരങ്ങൾ പറഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല പഠിപ്പിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച ഒരു കാര്യമാണ് ഫബയ്യനു. ഈ കാര്യം ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതുപോലെ ഇവർ പഠിപ്പിച്ചു തന്നതും പ്രൊമോട്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോയി ഇവരുടെയൊക്കെ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളുടെ വീടുകളിൽ എന്നെപ്പോലെ മാത്രമല്ല മറ്റു പല ആളുകളും ഇന്നും അതിനകത്ത് രഹസ്യമായി ചികിത്സ മേഖലയിൽ പോകുന്നവരുണ്ട്. പരസ്യമായി തന്നെ അവരിൽ നിന്ന് വേറിട്ട് നിന്ന് ചെയ്യുന്നവരുണ്ട്. അവരുടെ അടുത്തേക്ക് ഇന്നും പോകുന്ന അനവധി ആളുകളുണ്ട്. ഇവരൊക്കെ ഞങ്ങളെപ്പോലത്തെ ആളുകളെ കൊണ്ടുപോവുകയും ഏതൊരു അന്ധകാരത്തിൽ നിന്നാണോ ഏതൊരു ഇസ്മിന്റെയും ചരടിന്റെയും നൂലിന്റെയും ഇത്തരത്തിലുള്ള ജിന്നുമ്മയും ജിന്നി ബീവികളും കൂക്കലും നിലവിളിയും അടിച്ചമർത്തലും അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഈ സമുദായത്തെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ഒരു പുതിയ വേശ്യനായി എന്ന് പറയാ ഒരു എക്സിക്യൂട്ടീവ് മന്ത്രവാദി എന്ന് വേണമെങ്കിൽ പറയാ ആ രൂപത്തിലേക്ക് മാറി ഞാനും എന്നെ പോലെയുള്ള പല ആളുകളും ഇതിനുള്ളിൽ വ്യതിയാനത്തിലായിരുന്നു. ഞങ്ങളെ തിരുത്തിയിട്ടില്ല, വിളിച്ചുപദേശിച്ചിട്ടില്ല. അതൊക്കെ കളവാണ്, പച്ചക്കളവാണ്. എന്നെ കുറിച്ച് പല പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്താണ്, സാജിത്തിരങ്ങാടി ഇതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഓന് വേണ്ടാത്ത തരത്തിലുള്ള കുറെ ശിർക്ക് ബിദഅത്ത് ചികിത്സകളൊക്കെ ചെയ്ത് ഇതൊരു ഏർപ്പാടാക്കി ഒരു പൈസ ഉണ്ടാക്കുന്ന പണിയാക്കിയപ്പോ ഞങ്ങൾ ഉപദേശിച്ച് നന്നായില്ല, അപ്പൊ കുറിച്ച് പുറത്താക്കിയതാണ്. ഇത് സ്വാഭാവികമായിട്ടും സമസ്ത പ്രസ്ഥാനത്തിൽ നിന്നൊരു സഖാഫിയോ ഒരു ഫൈസിയോ അവരെ സജീവമായ ഒരു പ്രവർത്തകരൊക്കെ പോന്നാൽ സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ പറയണ ഒരു നിലവാരം കുറഞ്ഞ തുരുപ്പ് ഷീറ്റ് മാത്രമാണത്. ഒരിക്കലും അതല്ല സത്യം. മറിച്ച് ഞാൻ അവരുടെ കൂടെ ഈ നിഗൂഢതകളിൽ പ്രവർത്തിച്ചതും ഈ അന്ധകാരത്തിൽ ഞങ്ങൾ അകപ്പെട്ടതും അവർ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, പ്രൊമോട്ട് ചെയ്താണ്, ഇതിലൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞു. വ്യക്തമായ രേഖകൾ ഞാൻ വിട്ടു. അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകളും വോയിസുകളും ഞാൻ വിട്ടു. ഇവരുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് ഖുർആനോത്തും പ്രാർത്ഥനയല്ലേ, അതന്നെ ഒരു ചികിത്സാ രീതിയല്ല. അത് മാത്രമാണെങ്കിൽ തന്നെ അതല്ല സഹോദരങ്ങളെ, വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്ത മറ്റൊരു അവസരത്തിൽ നമുക്ക് വരേണ്ടി വന്നാൽ നമുക്ക് വളരെ നന്നായി ദീർഘമേറിയ വിശദീകരണം നടത്താം. തികച്ചും അനിസ്ലാമിക രീതികൾ. കാരണം ഇവിടെ സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ചതുപോലെ അയ്യും ഹാദറും ഖാദറുമായ പിശാചിനോട് അവർ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമല്ല, ശിർക്കാവുകയില്ല, അതൊരിക്കലും തന്നെ എന്തല്ല ലാ ഇലാഹ തകർക്കുന്ന വിശ്വാസമല്ല എന്ന് ഇന്നും വാദിച്ചു പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ കാഷ്ടത്തിലും നജസ്സിലും തോന്നിയാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന പിശാചിന് വേദിന്റെ വാദിക്കാൻ മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഇഷ്ടമെന്നൊരു പേരിട്ട് കൊണ്ടുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നവർക്ക്, അതിലൂടെ ചികിത്സയിൽ പോകുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതെനിക്കുണ്ടായിട്ടുണ്ട്. ഇനി മാത്രല്ല ഇന്നെ പുറത്താക്കിയത് അതുകൊണ്ടാണെന്ന് ഇവിടുത്തെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വത്തിന്റെ ആൾക്കാരെ മറ്റോടെ കേട്ടവർ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി വാദം സമ്മതിച്ചില്ല, അങ്ങേക്കോട്ടെ. അങ്ങനെ വഴിതെറ്റി കശുവും ശിർക്കിന്റെ ചികിത്സയൊക്കെ ആയിട്ട് നടന്നപ്പോ സാഹചര്യത്തെ കുറിച്ച് പുറത്താക്കിയതാണ്, കായുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടായിട്ട് നടന്നു എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ 2019 6 മാസമാണ് എന്നെ മാറ്റിയിരുത്തപ്പെടുന്നത്. ഇതിനു വേണ്ടിയല്ല കേട്ടോ,
മറിച്ച് ഈ ചികിത്സകൾ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അബൂബക്കർ സലഫിയും ഫൈസൽ മുസ്ലിയാരും അതേപോലെ തന്നെ സാദിഖ് മദനിയും എന്റെ അടുത്ത് ജാമിയയിൽ നിൽ വെച്ച് എന്നോട് പറഞ്ഞ എന്താരോ, സാജിദേ നമ്മളെ വീടുകളിൽ പ്രവർത്തകന്മാരുടെ വീട്ടിലൊക്കെ വേഗം വെട്ടിയെടുത്ത് ഓതാൻ പോകുന്നുണ്ട്, പലരും പോകുന്നുണ്ട്, പ്രൊഫഷനായി പോയി, അതുകൊണ്ട് ഇത് തൽക്കാലം എന്ത് ചെയ്യാതെ രഹസ്യമായിട്ട് ചെയ്യാം, ഒഴിവാക്കണമെന്നല്ല, അന്ധവിശ്വാസമാണെന്നല്ല, തെളിവില്ലാത്തതല്ല, അത് രഹസ്യമായി ചെയ്തോ. എന്നിട്ട് എന്താ കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായപ്പോ ചെന്നൈയിലൊക്കെ നമ്മളിത് മാറിയിരുന്ന ഫാറൂഖ് എന്ന വിശ്വത്തിന്റെ ചികിത്സകനെ പിടിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതൊക്കെ അല്ലേ ജയിലിൽ ഇല്ലെങ്കിലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. പിന്നെ അനീഫ് കായക്കുടിയും അതുപോലെ തന്നെ അലിമദനയും APK വിഭാഗങ്ങളൊക്കെ ക്ലിപ്പിട്ടും നമ്മളെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ചു വന്നു. അപ്പൊ ഈ ഒരു ഭൗതികത പോയി. അപ്പൊ ഞാൻ ചോദിച്ച് ഈ വാതിൽ എന്നേക്കുമായി അടച്ചു കളയേണ്ടതാണ്, ഇത് തുറക്കാൻ പാടില്ല എന്ന് ആ കേരള ജമിയത്തിന്റെ പണ്ഡിതന്മാര് അന്ന് പറഞ്ഞു തന്നപ്പോ അത് ഒപ്പിട്ടാണ് അയ്യപ്പനപ്പ എന്ന് പറഞ്ഞു പോകുന്നോണ്ടല്ലേ ഇന്നിങ്ങനെ പറയേണ്ടി എന്നത് ചോദിച്ചാൽ മുണ്ടാട്ടല്ല. കാരണം അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അപകടത്തിൽ എത്തേണ്ടെന്ന് ആദ്യം കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അത് കേൾക്കാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് വളരെ വ്യക്തമായാണ് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് കാബഡിയാണ്, നിർത്താൻ പറ്റൂല. നിങ്ങളാ പറഞ്ഞത് വലിയ പുണ്യകർമ്മമാണ്, ഇത് മർദ്ദനെ സഹായിക്കലാണ്. ഒക്കെ എന്റെ വീഡിയോ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, ശരിയാണത്. ഓര് പറഞ്ഞതാ അഫ്ളലു ഷഹീദ് എന്നാണ്. അഥവാ ഈ മാർഗത്തിൽ മരണപ്പെട്ട ഷഹീദില് ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ തന്നെ ദായിയും റാക്കിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദായി എന്ന് പറഞ്ഞപ്പോ നമ്മളെ പ്രവർത്തകന്മാർ പ്രഭാഷകന്മാർ, റാക്കി എന്ന് പറഞ്ഞാൽ ഓല് മനുഷ്യർക്കും ദേവത്തർത്തു ജിന്നർക്കും ദേവത്തർത്തു ഒരേപോലെ. ഇവിടെ കുറ്റിക്കാട്ടിലും പോയക്കരിയിലും അല്ല, ഇവിടെ ഈ തടിമ്പലുണ്ട് എന്ന് വിചാരിച്ചു ഖുറാൻ വെച്ച് ഓതുമ്പോ ആദറാകും, ഇളകും കൂക്കും, ഞാൻ പോകില്ല എന്നൊക്കെ പറയും. അപ്പൊ ഓനേറ്റ് വയലറിയണമെന്നാ ഞങ്ങളോട് പഠിപ്പിച്ചത്. തെളിവിന്റെ കയ്യിലുണ്ട്, വെറുതെ പറയല്ല. മദ്ലൂമായ രോഗിക്ക് വേണ്ടി ഹാജറായ ശൈത്താനോട് ഒരു മുബാഹായ കാര്യത്തിന് വേണ്ടി ഹലാലും തൊയ്യുമായ രീതിയിൽ നിയ്യത്ത് നന്നാക്കിയിട്ട് സഹായം തേടിയവരെ ശിർക്കാവൂലാന്ന് പച്ചക്ക് പറഞ്ഞ പോലെ ബാധിക്കുമ്പോ വെറുതെ പറയല്ല, മറുപടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കും. സാഹിദ് പറഞ്ഞ പച്ചക്കള്ളാണ്. അടുത്ത പ്രാവശ്യം അള്ളാഹ് തൗഫീഖ് ചെയ്താൽ ഇവിടെ ഞാൻ മറുപടിക്ക് വേണ്ടി പറയല്ലോ, ആളുകൾ ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഞാനത് തെളിയിച്ചു തരും. കെഷു പഠിപ്പിച്ചത് തന്നെ ജാമ്യയിൽ വെച്ച വ്യക്തമായ രേഖകളുണ്ട്. ചികിത്സയിലുള്ള വെള്ളം കൊടുക്കൽ, പിഞ്ഞാണത്തിൽ എഴുതൽ, അടിക്കൽ, ഖുർആൻ ബോക്സ് വെക്കൽ, CD കൊടുക്കൽ, സിദറിന്റെ പൊടി കൊടുക്കല്, ഹദറ ശൈത്താനോട് ഇസ്ലാമിക്ക് ദേവത്തെടുത്തല്, പുറത്തു പോകാൻ മടിച്ചവൻ അടിച്ചിറക്കല്, ഇതൊക്കെ ഈ തനിച്ച സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ച ഖുറാഫാത്തുകൾ മുഴുവൻ പഠിപ്പിച്ചത് വിശ്വത്തിലെ നേതാക്കന്മാരും സൈദ്ധാന്തികന്മാരും അല്ല എന്ന് അവർക്ക് മരണം വരെ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്ത് അവസാനം കൊച്ചെന്തായി, എനിക്ക് എന്താണ് മന്ത്രവാദി ദുർമന്ത്രവാദി കേനമിന്റെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു, പറ്റിക്കലായിരുന്നു, മോനെ കൊണ്ടിറക്കല പല പണിയും. അപ്പൊ 2019 6 മാസം എന്നെ പുറത്താക്കുക. എന്തുകൊണ്ട്? ഉച്ചോട് ശിർക്ക് പേച്ചതുകൊണ്ട്. അതേ എനിക്ക് കൂരിയാട് 2021 മുജാദ് ബാലിശ്ശേരിന്റെ കയ്യിലൂടെ നിശ്ചത്തിന് പള്ളി നിർമ്മിക്കാൻ കൊടുത്ത ഫണ്ട് വെച്ചിട്ട് നല്ലൊരു പള്ളി എനിക്ക് ഉണ്ടാക്കി തരാം. ആ പള്ളിയിൽ 3 കൊല്ലം ജിന്നടിച്ചെടുക്ക ചികിത്സ നടത്തി. ഇവരെ മണ്ഡല ജില്ലാ ഭാരവാഹികളൊക്കെ വന്നു ചെയ്ത് ഇവർക്ക് തെളിയിക്കാൻ ഞാൻ ചോദിച്ചല്ലോ, സ്റ്റേഷനിൽ വരാം, നിയമത്തിന് മുമ്പിൽ വരാം, പോലീസ് സ്റ്റേഷനിൽ വരാം, കോടതി കയറാം, മീഡിയക്ക് മുമ്പിൽ വെക്കാം. ഉണ്ടോന്ന് ചോദിച്ചിട്ട് മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞ് അതും കഴിഞ്ഞു. കൊടുക്കും, കേസ് കൊടുക്കും, പിടിക്കും, തല്ലി. ഇവിടെ ഇവർക്കറിയാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവർ സമൂഹത്തിന് മുമ്പിൽ ഈ കൂട്ടത്തിൽ ഈ രൂപത്തിലുള്ള തനിച്ച അന്ധവിശ്വാസത്തിന്റെ ആളുകളായിരുന്നു എന്ന്, മുജാഹിദ് കേരളം വലിച്ചെറിഞ്ഞത് കൊണ്ടുവരലായിരുന്നു എന്ന് ജനസമൂഹം അറിയും. അത് അറിഞ്ഞത് എന്റെ മുന്നേ ഈ വാക്കിലൂടെ അൽഹംദുലില്ലാഹ് ഏറെക്കുറെ ഇതിനു മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടെ കിടന്നവർ ആ പണി പറയുമ്പോ അത് എല്ലാവർക്കും മറ്റുള്ളവർക്കും കൊള്ളും, അത് അറിയും, അറിയാൻ ചിന്തി, അതിന് മാറ്റം ഉണ്ടായില്ല. അപ്പൊ എന്നെ കുറിച്ച് ഇത് പറഞ്ഞ ഇവരെന്നെ എനിക്ക് പള്ളി തരാന്ന് അതിന് വൈരുദ്ധ്യല്ലേ, വിരോധാഭാസല്ലേ? അല്ല, ഇത് നാളെ തെളിയിച്ചാൽ അതിന്റെ രേഖകൾ നമ്മൾ ഹാജരാക്കും. വ്യക്തമായി അത് പുസ്തകത്തിന്റെ ഫണ്ടാണെന്ന് എന്റെ കയ്യിൽ തെളിവുണ്ട്. ഇല്ലാതല്ല ഈ പറയുന്നത്. വെറുതെ ഒരു വേദിയിൽ കയറി നേടാണ്ട് കേരളത്തിൽ ചേർന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വേദിയിലാണ് നിൽക്കുന്നത്. പണ്ട് ഞാൻ യൂട്യൂബിന് മുമ്പിലേന്. അതേമാതിരി അല്ലാതെ ആധികാരികളാണ് പറയുന്നത്. അതിന് ഇവർ ഒരു നിലക്കും വെക്കൂല സുഹൃത്തുക്കളെ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല.